പ്രിയപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ അഗസ്റ്റിനച്ച, ഈ വലിയ ആർക്കിയെപ്പിസ്കോപ്പൽ പള്ളിയുടെ സഹവൈദികരായിട്ടും മറ്റ് ശുശ്രൂഷകരായിട്ടും കോളേജ് അധ്യാപകരായിട്ടും ഈ പള്ളിയും പള്ളിമേടയുമായിട്ട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ട അച്ഛന്മാരെ, സമർപ്പിതരെ, വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ പിറവിത്തിരുനാൾ ഓർമ്മിക്കുകയാണ്. ഈ വർഷം വലിയ ആവേശത്തോടും ഉപവാസ ചൈതന്യത്തോടും കൂടിയാണ് കഴിഞ്ഞ 7 ദിവസങ്ങളിൽ സിറോ മലബാർ സഭയുടെ മക്കളെല്ലാവരും ജീവിച്ചു പോകുന്നത് എന്ന് നമുക്കറിയാം. ഈ തിരുനാൾ നമ്മെ സംബന്ധിച്ച് 8 നോമ്പ് എന്ന പ്രസിദ്ധമായ പ്രാദേശിക പാരമ്പര്യങ്ങൾ കൂടെ പരിഗണനയിൽ എടുത്തുകൊണ്ട് നമ്മൾ ആചരിച്ച് പോരുന്നൊരു കാര്യമാണ്. ഈ തിരുനാളിനെ ആദിമസഭയുടെ പിതാക്കന്മാരെ വിശേഷിപ്പിച്ചിരുന്നത് ഏലിദൂസെ, നേറ്റിവിറ്റി, പിറവി, ജനനം എന്നാണ്. ഏലിദൂസെ തിരുനാൾ അമ്മയുടെ പിറവി തിരുനാളാണ്. നേറ്റിവിറ്റി എന്ന് പൊതുവെ ഇംഗ്ലീഷ് രാജ്യങ്ങളിലൊക്കെ പറയപ്പെടുന്ന ആ തിരുനാൾ. ഏലിദൂസെ തിരുനാൾ സുവിശേഷത്തിൻ്റെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മൾ കേട്ട സുവിശേഷ ഭാഗം ഈശോയുടെ വംശാവലിയാണ്. മറിയത്തിൻ്റെ പിറവിത്തിരുനാളിൽ ഈശോയുടെ വംശാവലിയാണ് സഭ ഓർക്കുന്നതും ആചരിക്കുന്നതും. അവിടെയാണ് ആ പിറവിയുടെ, മറിയത്തിൻ്റെ പിറവിയുടെ പ്രാധാന്യവും. ഇന്നത്തെ വംശാവലിയിൽ അതീവ സങ്കീർണമായ ഒരു ചരിത്രമാണ് സുവിശേഷകൻ കൂട്ടി തുന്നി പിടിപ്പിച്ചിരിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിന് തന്നെ, ചരിത്രത്തിന് തന്നെ അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള ഒരു ശൃംഖലയാണ് അവിടെ നമ്മൾ കാണുന്നത്. വംശാവലിയിൽ നൂറ്റാണ്ടുകൾ കടന്നു വന്ന ഒരു വംശാവലിയിൽ എല്ലാവരുടെയും പേരുകൾ ചേർക്കുക അസാധ്യമാണ്. പക്ഷേ വളരെ വ്യത്യസ്തമായ ചൈതന്യത്തോടു കൂടിയാണ് ഈ വംശാവലി ഇവിടെ വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വംശാവലിയിൽ പുണ്യവാന്മാരും പാപികളുമുണ്ട്, ഇസ്രായേൽക്കാരും പുറജാതികളുമുണ്ട്, നല്ല പേരുള്ളവരും പേരുദോഷം കേൾപ്പിച്ചവരുമുണ്ട്, നല്ല വഴിയെ നടന്നവരും വളരെ മോശമായ വഴിയെ നടന്നവരുമുണ്ട്. അവിടെയാണ് സത്യസന്ധമായ ഒരു ചരിത്രത്തിൻ്റെ വംശാവലിയുടെ ആ ഒരു മൂല്യങ്ങൾ നമ്മൾ കാണുന്നത്. ഈശോയെ ഈ ലോകത്തിൽ അവതരിപ്പിക്കുവാൻ പരിശ്രമിച്ചവരിൽ കുറേയേറെ പേര് ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പറ്റാതെ പോയവരാണ്. പക്ഷേ അവരുടെ പേരുകൾ, ഓർമ്മകൾ സുവിശേഷം വിട്ടുകളയുന്നില്ല. അതാണ് സത്യസന്ധമായ ചരിത്രം. വളരെ മോശമായിട്ട് ജീവിച്ച സ്ത്രീകളുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞ് അവർ വഴിയും കൂടെയാണ് ഈശോ വന്നത്, അല്ലെങ്കിൽ മറിയം വന്നത് എന്ന് പഠിപ്പിക്കുമ്പോഴാണ് ലോകത്തിലുള്ള എല്ലാവർക്കും, വഴിതെറ്റിപ്പോയവർക്കും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നവർക്കും പ്രജാതികൾക്കുമൊക്കെ ഇവിടെ ഒരു സ്ഥാനമുണ്ട്.
ഈശോയുടെ അടുത്തും അമ്മയുടെ അടുത്തും നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് മറിയത്തിൻ്റെ പിറവിയിൽ ഈശോയുടെ വംശാവലി നമ്മൾ വായിക്കുമ്പോൾ അതീവ സുന്ദരമായ ഒരു ചരിത്രമാണ് അവിടെ പറഞ്ഞ് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവം വളരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളൊക്കെ വന്ധ്യകളായിരുന്നു. അത് നമുക്കൊരു വിസ്മയമായിട്ട് തോന്നാം. അവരുടെ ഭർത്താക്കന്മാരും ഏതാണ്ട് അതുപോലെയൊക്കെയായിരുന്നു. സാറായ്, റെബെക്കായ്, റാഹേൽ എല്ലാം വന്ധ്യകളായിരുന്നു. അവർക്ക് ഉദ്ദേശിക്കുന്ന കാലത്ത് കുട്ടികൾ ജനിക്കുന്നില്ല. സമൂവേലിൻ്റെ മാതാപിതാക്കളും ഇതുപോലെ തന്നെയായിരുന്നു. മറിയത്തിൻ്റെ മാതാപിതാക്കളും യോവാക്കീമും അന്നായും ഇതുപോലെ തന്നെയായിരുന്നു. അതും ഒരു പാഠം ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷാകര പദ്ധതിയിൽ ദൈവം മുൻകൂട്ടി കരുതി വച്ചിരിക്കുന്ന സ്ത്രീകളുടെ മേൽ മറ്റാർക്കും അനാവശ്യമായ അധികാരമോ അവകാശമോ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ പറഞ്ഞ സ്ത്രീകളുടെ എല്ലാം മക്കളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ അത്ഭുതം ചെയ്തവരല്ലെങ്കിൽ രക്ഷയുടെ പദ്ധതിയിൽ മുൻപിൽ നിന്ന മാതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ എല്ലാം മേൽ ദൈവത്തിൻ്റെ ഒരു കരം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട്. അവിടെ മനുഷ്യപ്രകൃതിക്ക് ചേർന്ന വിധത്തിൽ മാത്രം ഉള്ള കർമ്മങ്ങളല്ല, നോക്കിപ്പാർത്തിരിക്കുകയാണ്, പതിറ്റാണ്ടുകൾ കാത്തിരിക്കുകയാണ്, ദേവാലയത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഭർത്താക്കന്മാരെ ആക്ഷേപിച്ചിട്ടും ഈ സ്ത്രീകൾ അതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ജനിക്കുന്ന മക്കളുടെ ഒരു പരമ്പരയിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടാണ് നമ്മൾ മറിയത്തിൻ്റെ ജനനവും മറിയത്തിൽ നിന്ന് ഈശോ പിറക്കുന്നതും. ഇവിടെ മറിയത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഏദൻ തോട്ടത്തിലെ ആ ഒരു അവസ്ഥയുടെ വീണ്ടുമുള്ള ഒരു കൈയടക്കലാണ് നമ്മൾ കാണുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദിമാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഉലാത്തിയിരുന്നു, അവരുടെ കയ്യിൽ പിടിച്ച് നടന്നിരുന്നു, വർത്തമാനം പറഞ്ഞിരുന്നു. അതാണ് പറുദീസ, അതാണ് സ്വർഗം. പക്ഷേ അവർ പുറത്താക്കപ്പെട്ടു. വീണ്ടും നമ്മൾ ഈ ഒരവസ്ഥ ഒരുപക്ഷെ അതിൽ കൂടുതൽ കാണുന്നത് മറിയത്തിലാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം ഇവരുടെ കൂട്ടത്തിൽ ഉലാത്തുകയും കയ്യിൽ പിടിച്ച് നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ മറിയത്തിൽ ദൈവം കയറിക്കൂടി വസിക്കുകയാണ്, ഉദരത്തിൽ പ്രവേശിച്ച് വസിക്കുകയാണ്. ഒരു പിടി കൂടെ കടന്നുള്ള ഒരു ദൈവ സാന്നിധ്യമാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ട പ്രതീക്ഷ വീണ്ടെടുത്തുവെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള പ്രതീക്ഷ എന്താണെന്ന് അവിടെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. പൗരസ്ത്യ പിതാക്കന്മാരുടെ സുന്ദരമായ ഒരു ദൈവശാസ്ത്ര പ്രതീകം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമാണ്. 3 ഇണപ്രാവുകൾ പറന്നുപോയി. അവർ തിരിച്ചു വന്നത് ഉദരത്തിൽ ഓരോ കുഞ്ഞുമായിട്ടാണ്. ആ പ്രാക്കൾ ഹന്നായും എലിസബത്തും മറിയവുമായിരുന്നു. അവരുടെ ഉദരങ്ങളിലുള്ള കുട്ടികൾ സമൂവേലും യോഹന്നാനും ഈശോയുമായിരുന്നു. ഈ പ്രതീകത്തിൽ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ കൂട്ടിച്ചേർത്ത് വിളക്കിയിരിക്കുകയാണ്. ഇതാണ് പിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ പ്രത്യേകത. ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ വംശാവലിയിൽ
മത്തായി കണ്ടെത്തിയ ആ ഒരു വലിയ ലോകം ഇവിടെ പിതാക്കന്മാരും വീണ്ടും കണ്ടെത്തുകയാണ്. ആ പ്രാക്കളുടെ ഉദരത്തിൽ അവർ വഹിച്ച കുഞ്ഞുങ്ങൾ, അവരൊരു ക്ഷാകര പദ്ധതിയിൽ വഹിച്ച പങ്ക്, അതാണ് പഴയ നിയമവും പുതിയ നിയമവും. 4-ാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ സഭകളിൽ ആഘോഷിക്കപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് മറിയത്തിൻ്റെ പിറവി. അതിൻ്റെ അടിസ്ഥാനം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന യാക്കോബിൻ്റെ സുവിശേഷം, യാക്കോബിൻ്റെ ചരിത്രം എന്ന് പറയുന്ന 2 പുസ്തകങ്ങളാണ്. പിന്നീട് നമ്മളത് സുവിശേഷങ്ങളായിട്ട് കരുതിയില്ല. അപ്പോക്രിഫൽ എന്ന് പറഞ്ഞാൽ സഭാ പ്രമാണങ്ങളുടെ പുറത്ത് അപ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പെടുത്തിയ കൂട്ടത്തിൽ നിൽക്കുന്ന പുസ്തകങ്ങളാണ്. പക്ഷേ അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഈ അപ്രാമാണിക ഗ്രന്ഥങ്ങൾ ഫെർട്ടൈൽ ലാൻഡാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്, തേറ ഫിർമയാണ്, ഉറപ്പുള്ള മണ്ണാണ്. വളക്കൂറും ഉറപ്പുമുള്ള ഇത്തരം മണ്ണ് നമ്മുടെ സഭയ്ക്ക് ഏറെയുണ്ട്. നമ്മുടെ സുവിശേഷങ്ങളെന്ന് കണ്ടെത്തിയിരിക്കുന്ന 4 പുസ്തകങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ അതിനെ താങ്ങി നിർത്തുന്ന ഒരു പറ്റം ഗ്രന്ഥങ്ങൾ ഉണ്ട് വേറെ സുവിശേഷങ്ങളായിട്ട്. പത്രോസിൻ്റെ സുവിശേഷമുണ്ട്, പൗലോസിൻ്റെ സുവിശേഷമുണ്ട്. അതെല്ലാം ഇന്ന് കൂടുതലായിട്ട് ചരിത്രപരമായ രീതിയിൽ പഠിക്കുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നുണ്ട്. ഇതിനോട് ചേർന്നാണ് അല്പം പ്രാദേശിക മാനവും കൂടെ കലർത്തി 8 നോമ്പ് 8 ഡേയ്സ് ലെൻഡ് എന്ന് കേരളത്തിൽ അറിയപ്പെടുവാനും ആചരിക്കപ്പെടുവാനും തുടങ്ങിയത്. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ വംശാവലി, ഈ 3 പ്രാക്കളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ആ ചരിത്രം അപ്പോക്രിഫൽ അപ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ സുറിയാനി സഭകളും മറ്റ് പൗരസ്ത്യ സഭകളും മനസ്സിൽ കരുതി ദേവാലയത്തിൽ പ്രസംഗിക്കുകയും ആചരിക്കുകയും ചെയ്തിരുന്ന തിരുനാളിൻ്റെ ഒരു ഓർമ്മ, അതിനൊരു പ്രാദേശികമായ മാനം കൂടെ കിട്ടിയത് കേരളക്കരയിലാണ്. ഇവിടെ നമ്മൾ 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 9-ാം നൂറ്റാണ്ടോടുകൂടി നമ്മുടെ അന്നത്തെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ഇവിടുത്തെ നാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പല തരത്തിലുള്ള സാമൂഹിക കൊള്ളകളും യുദ്ധങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ പള്ളിയിൽ ദേവാലയത്തിൽ പോയി താമസിച്ചു. പള്ളിയിൽ പോയി രാത്രികാലവും അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അങ്ങനെയാണ് ഈ കുറവലങ്ങാട് തുടങ്ങിയുള്ള വലിയ കേന്ദ്രങ്ങളിൽ തുടർച്ചയായിട്ട് ഒരാഴ്ചക്കാലം കന്യകാപ്രായത്തിലുള്ള പെൺകുട്ടികൾ രാത്രികാലങ്ങൾ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ ദൈവബന്ധം അല്ലെങ്കിൽ അവരുടെ കന്യാത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചത്. അപ്പം ആ ഒരു പ്രാദേശികമായിട്ടുള്ള കാര്യം നമ്മളുടെ 8 നോമ്പ് എന്ന് നമ്മൾ പറയുന്ന ആ കാര്യത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സെപ്റ്റംബർ 8-ാം തീയതി അമ്മയുടെ പിറവി നമ്മൾ ആചരിക്കുന്നത്. അക്കാര്യത്തിൽ കുറവലങ്ങാട് വളരെയേറെ മുൻപിൽ നിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ അക്കാലഘട്ടത്തൊക്കെ രാത്രികാലങ്ങൾ മുഴുവനും പള്ളിക്കകത്തും പള്ളിയുടെ പുറത്തും പള്ളി നടയിലുമെല്ലാം പെൺകുട്ടികൾ മാതാപിതാക്കളോടൊത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും സുവിശേഷം അവരുടേതായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൂട്ടത്തിലായിരിക്കാനായിട്ട് പരിശ്രമിക്കുകയും എല്ലാം ചെയ്തു. ഇവിടെ അങ്ങനെ വളരെ സംശുദ്ധമായ ഒരു മരീയ സംസ്കാരം വളർന്നു വന്നു. അങ്ങനെ വളർന്നു വന്ന ഒരു മരിയൻ സ്പിരിച്വൽ ലെഗസി പാരമ്പര്യം
ആധ്യാത്മിക കൂട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു മരിയൻ ലെഗസിയുടെ പൂർത്തീകരണമാണ് നമുക്കിവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ പാരമ്പര്യത്തിൽ നിന്ന് ജെറൂസലത്തേക്ക്, നസ്രത്തിലേക്ക് ഒരു മുത്തിയമ്മയുടെ മൊസൈക്ക് ചിത്രം കൊടുക്കാൻ സാധിച്ചു എന്നത്. ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിച്ച ഒരു സ്ഥലം ജെറൂസലേമാണ്. ജെറൂസലേം കഴിഞ്ഞാൽ ഒരുപക്ഷേ മറിയത്തെക്കുറിച്ചുള്ള ശക്തമായ വാക്കുകളും പ്രസംഗങ്ങളും എഴുത്തുകളും എല്ലാം നടന്നിട്ടുള്ള സ്ഥലം, നടന്നുകൊണ്ടിരിക്കുന്നതും കുറവലങ്ങാടായിരിക്കും. ജെറൂസലേം പാരമ്പര്യത്തോട് കൂട്ടിച്ചേർന്ന് നമ്മൾ നടത്തുന്ന വലിയൊരു ഡയലോഗാണ് ഇന്ന് ഈ സമയത്ത് അവിടെയുള്ള മാതാവിൻ്റെ പിറവിത്തിരുനാൾ പള്ളിയിൽ അവർ പ്രതിഷ്ഠിക്കുന്ന നമ്മളുടെ മുത്തിയമ്മയുടെ ആ ചിത്രം. അതിന് മുൻ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ജോസഫ് തടത്തിലും, പിന്നെ ഇവിടെ നിങ്ങളൊരു സംഘം ബഹുമാന്യനായ ഇമ്മാനുവേൽ നിഥീരിയുടെ കാര്യസ്ഥിതിയിൽ ഞങ്ങൾ ജെറൂസലത്ത് പോവുകയും അവരോട് സംസാരിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു ജെറൂസലേം കുറവലങ്ങാട് ഡയലോഗ് നടന്നുകൊണ്ടിരിക്കുന്ന അത്യപൂർവമായ ഒരു മരിയൻ ലെഗസി വീണ്ടും നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത്, ഇന്നത്തേത്, ഈ മണിക്കൂറുകളിലേത്. അതിൽ നമുക്ക് വലിയ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇടയെടുപ്പും ജെറൂസലേം കുറവലങ്ങാട്, അല്ലെങ്കിൽ കുറവലങ്ങാട് ജെറൂസലേം, ആ മരിയ വർത്തമാനങ്ങൾ, ആ മരിയ കേന്ദ്രങ്ങൾ ഒരു കാലത്തും ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയില്ല. അങ്ങനെ നമുക്ക് നമ്മളുടെ ആ ഒരു വലിയ ആത്മീയ പൈതൃകത്തെ വീണ്ടും ഉറപ്പിക്കാനായിട്ട് സാധിച്ചതിൽ ഇന്നത്തെ ഈ വർഷത്തെ 8 നോമ്പിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ കൂടെ അമ്മയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവശാസ്ത്രപരമായിട്ട് അമ്മയെക്കുറിച്ച്, പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു ചിന്തയും ഒരു ചിത്രവും ഹൊദജത്രിയ എന്ന് പറയുന്ന ഒരു ഐക്കണാണ്. ആ ഐക്കണിൻ്റെ പ്രത്യേകത അത് വഴികാട്ടിയാണ്. അമ്മയുടെ വിരലുകൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന മകനിലേക്ക് ചൂണ്ടുകയാണ്. അതാണ് ഹൊദജത്രിയ, ചൂണ്ടിക്കാണിക്കുക. കനായിൽ നടന്ന ആ അത്ഭുതത്തിൻ്റെ ഒരു മറുരൂപം തന്നെയാണത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അപ്പം ഈ ഹൊദജത്രിയ എന്ന് പറയുന്ന ആ ഒരു വലിയ ഐക്കൺ, അത് ഗ്രീക്ക് സഭയിലും സുറിയാനി സഭയിലും പിന്നീട് ലത്തീൻ സഭയിലും എല്ലാം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് നൽകുന്ന ആ ഒരു ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വേറൊരാളുടെ നേരെ നമ്മൾ കൈ ചൂണ്ടുമ്പോൾ, ഒരു വിരൽ നമ്മളൊരു മനുഷ്യൻ്റെ നേരെ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നമുക്ക് നേരെ അത് ചൂണ്ടുകയാണ്. അങ്ങനെ നമുക്കൊരു വിരൽ ചൂണ്ടാനൊക്കെയുള്ളൂ. ആരെക്കുറിച്ച് നമ്മൾ എന്ത് പറയുന്നുവോ അത് 3 തവണ നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ടേ പറയാവൂ. അതുകൊണ്ടാണ് 3 വിരലുകൾ നമ്മുടെ നേരെ ചൂണ്ടിയിരിക്കുന്നത്. ഈ മരിയ സംസ്കാരം നമുക്ക് നൽകുന്ന പൈതൃകവും അതാണ്. അമ്മ മകനിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അമ്മയിലേക്ക് തന്നെ, അമ്മയുടെ ഉള്ളിലുള്ള ഒരു വിശുദ്ധിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെൽഫ് ഓഡിറ്റിങ്ങിലേക്ക്, നമുക്കുള്ളിലുള്ള ഒരു പുനർവിചാരത്തെക്കുറിച്ച് കൂടിയുള്ള ഒരു ഓർമ്മയാണ് അമ്മയുടെ ആ ചിത്രം. മുത്തിയമ്മയുടെ ചിത്രത്തിൻ്റെ കൊത്തുരൂപത്തിൻ്റെ പ്രത്യേകതയും അത്തരത്തിലുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ വഴികാട്ടി എന്നറിയപ്പെടുന്ന ആ ചിത്രം,
അത് നമ്മെക്കുറിച്ചുള്ള ഒരു പുനർവിചാരത്തിൻ്റെ ഓർമ്മകൾ കൂടെ നമുക്ക് നൽകുന്നുണ്ട്. അത്തരത്തിൽ വേണം നമ്മൾ ഈ തിരുനാളിനെയും അത് നൽകുന്ന പ്രായോഗികമായ കാര്യത്തെയും കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ. വിശുദ്ധനായ അംബ്രോസ് ഈ ചിത്രത്തെക്കുറിച്ച് വലിയ ആത്മാഭിമാനത്തോടുകൂടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്തുണ്ടായിരുന്നൊരു പടമാണ്. പിന്നീടത് പലരും പിന്നീടുള്ള കാലങ്ങളിൽ അവകാശപ്പെട്ടെങ്കിലും അംബ്രോസ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്, വഴിയാണ്. ഈ ഗോവണി വഴി ദൈവം ഇറങ്ങി വന്നത് നമ്മൾ മറിയമെന്ന ആ ഗോവണി വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ്. അതാണ് വഴിയും വഴികാട്ടിയും, രണ്ടും അവിടെയുണ്ട്. യഥാർത്ഥ വഴി ഈശോയാണ്, ആ വഴി കാട്ടിത്തന്നത് അമ്മയാണ്. അതാണ് ആ ഗോവണിപ്പടിയുടെ പ്രത്യേകതയെന്ന് പിന്നീട് പിതാക്കന്മാർ എല്ലാം പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു വാക്യം അമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആചരിക്കുന്ന ഈ തിരുനാളിനോട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നത് സെയിൻറ്റ് ഇറനേവൂസിൻ്റെ ഒരു വാക്യമാണ്. ലത്തീൻ ഭാഷയിൽ അതിനേക്കാൾ മനോഹരമായിട്ടത് പറയാൻ ഒരിടത്തും സാധ്യമല്ല, മറ്റൊരു ഭാഷയിലും അത് പറയാൻ പറ്റുകയില്ല. ആ ഒരു ചെറിയ വാക്യം ഇതാണ്: പൂരൂസ് പൂരം പൂരെ അപ്പേറിയൻസ് ഉൾവാം. അതിൻ്റെ അർത്ഥം ദ പ്യുവർ ഓപ്പൺഡ് ദ പ്യുവർ വൂംബ് ഇൻ എ പ്യുവർ മാനർ. വിശുദ്ധി തന്നെയായവൻ വിശുദ്ധമായ ഉദരത്തെ ഏറ്റവും വിശുദ്ധമായ രീതിയിൽ തുറന്നു. അതാണ് ലത്തീൻ വാക്യത്തിൻ്റെ അർത്ഥം. വിശുദ്ധി തന്നെയായവൻ വിശുദ്ധമായ ഉദരത്തെ ഏറ്റവും വിശുദ്ധമായ രീതിയിൽ തുറന്നു. അവിടെയാണ് മറിയത്തിൻ്റെ പ്രത്യേകത, മറിയത്തിൽ നിന്ന് ജനിച്ചവൻ്റെ പ്രത്യേകത. മറിയത്തെ നമ്മൾ ഇത്രമാത്രം ക്രൈസ്തവ ആധ്യാത്മികതയിൽ ചേർത്ത് വയ്ക്കുന്നതിൻ്റെ കാരണവുമില്ല. അങ്ങനെ ഏറ്റവും ആദ്യ നാൾ മുതൽ പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു വലിയ ആദരവ് ക്രിസ്തീയ ജീവിതത്തിൽ ആഴത്തിലോടിയ ഒരു പ്രസ്ഥാനമാണ്. അത് കേവലം ഒരു ഭക്തിയല്ല. പിന്നീടുള്ള പിതാക്കന്മാരൊക്കെ പറഞ്ഞു, മറിയം തോത്ത പുൾക്ര, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഇമ്മാക്കുലാത്ത, കറയില്ലാത്തവൾ, ഫനാജിയ, ഒരു സ്പോട്ട് പോലും ഒരിടത്തും ഇല്ലാത്തത്. നമ്മളും ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മലിയസ് തൈബൂസ, കൃപ നിറഞ്ഞവൾ. ഇതെല്ലാമാണ് മറിയം. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെയാണ് ദൈവത്തിൻ്റെ അമ്മയാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയത്. 45-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാണ്, ഇൻതൂസ്, ഉള്ളിൽ നിന്ന് ഉള്ളതാണ്, അകത്തു നിന്നുള്ളതാണ്, പുറമേ നമ്മൾ വെച്ച് കിട്ടുന്ന കാര്യമല്ല. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാണ്, വർണ്ണാഭമായ അങ്കി അണിയിച്ച് അവളെ രാജസന്നിധിയിലേക്ക് അണിയിക്കുകയാണ്. അമ്മയെക്കുറിച്ചുള്ള സങ്കീർത്തകൻ്റെ ഒരു സങ്കല്പം അതായിരുന്നു. അതുകൊണ്ടാണ് മാർ അപ്രയും പറഞ്ഞത്, അവൾ തീർത്തും അഴകുള്ളവളും സൃഷ്ടാവിനെപ്പോലെ വിമലയും അമലയുമായിരുന്നു. അമലോത്ഭവ. അതിനൂറ്റാണ്ട് മുതലുള്ള ആ ഒരു ചിന്ത 4-ാം നൂറ്റാണ്ടായപ്പോൾ മാർ അപ്രൈമിനെ പോലെയുള്ളവർ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് ഞാനീ പറഞ്ഞത്, മറിയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു കുഞ്ഞ് ഭക്തിപ്രസ്ഥാനമായിട്ട് അല്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള നൂറ്റാണ്ട് മുതലുള്ള ഒരു വലിയ മരിയൻ ഭക്തിയും കേന്ദ്രവുമുള്ള സ്ഥലത്ത് അതൊരു ഡിവോഷൻ മാത്രമല്ല. എമരിത്തുസ് പാപ്പ അതിനെ പലപ്പോഴും പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്.
ഇതൊരു ഒരു ഒരു തിയോളജിക്കൽ സെക്ടറാണ്, ഒരു കേവല ഭക്തിയല്ല, ദൈവശാസ്ത്രപരമായ ഒരു 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 കാര്യമാണ്. ഒരു ദൈവശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തുമസ് ഈശോയുടെ പിറവിയിൽ നമ്മൾ അർപ്പിക്കുന്ന കുർബാനയാണ്. ക്രിസ്തുമസ്, അന്നത്തെ കുർബാനയ്ക്കാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറിയത്തിൻ്റെ പിറവിയിൽ നമുക്ക് മറിയമസ് എന്ന് വിളിക്കണം എന്ന് പറയുകയുണ്ടായി. മറിയത്തിൻ്റെ പിറവി തിരുനാളിൽ നമ്മൾ അർപ്പിക്കുന്ന ആ കുർബാന, അതാണ് മേരിമസ്, മറിയമസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ക്രിസ്തുമസ് പോലെ 25 ഡിസംബറിലെ കുർബാന പോലെയാണ് സെപ്റ്റംബർ 8 കുർബാന. അവിടെ നമ്മൾ ഈശോയുടെ പിറവി, ഇവിടെ മറിയത്തിൻ്റെ പിറവി. അത്തരത്തിൽ ഇത് കുർബാനയാണ്. കുർബാനയിൽ നമ്മൾ കാണുന്ന ഒരു വലിയൊരു രഹസ്യമാണ്. അതുകൊണ്ടാണത് അത് ആഴമായ ദൈവശാസ്ത്രമായിട്ട് എല്ലാവരും കരുതുന്നത്. 12-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും തോമസ് അക്വീനാസ് മറ്റാരും പറയാത്ത ഒരു കാര്യമാണ് പറഞ്ഞത് പരിശുദ്ധ അമ്മയെക്കുറിച്ച്. ത്രിക്ലീനിയും തോസിയൂസ് ട്രിനിത്താസ്, പരിശുദ്ധ ത്രിത്വം കയറിക്കൂടി വിശ്രമിച്ച ഒരു വീടാണ് മറിയം. അതിൽ കൂടുതൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആർക്കാണ് പറയാനുള്ളത്? പരിശുദ്ധ ത്രിത്വം കയറി കൂടി വസിച്ച, വിശ്രമിച്ച വീട്. അതാണ് ഈ കുറവലങ്ങാടിൻ്റെയൊക്കെ പ്രത്യേകത. നമ്മൾ പറയുമ്പോൾ ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ ആദ്യ നൂറ്റാണ്ടിലേക്ക് പോവുകയും പരിശുദ്ധ അമ്മയുടെ മർത്തമറിയത്തിൻ്റെ ഈ ഒരു ലെഗസി, അത് ഏറ്റവും പ്രാചീനത്വ സ്വഭാവമുള്ളതും സുവിശേഷത്തോടും സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തോടുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കാം. അമ്മയെ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം, അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നഷ്ടപ്പെടുമ്പോൾ, കുറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപയാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ ടിക്കറ്റില്ലാണ്ട് യാത്ര ചെയ്യുന്നത് പോലെയാണ്. എപ്പം വേണമെങ്കിലും പിടിക്കപ്പെടാം, എപ്പം വേണമെങ്കിലും നമ്മളെ ഇറക്കിവിടാം. ടിക്കറ്റില്ലാണ്ട് ഏത് വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്താലും അതാണല്ലോ. കല്യാണ വസ്ത്രമില്ലാതെ വിരുന്നിൽ പങ്കെടുത്തവനോട് ഈശോ ചോദിക്കുന്ന ആ ചോദ്യവും, നീ എങ്ങനെ ഇവിടെ കയറിപ്പറ്റി? മരിയ ഭക്തിയില്ലാണ്ട്, അമ്മയെ കൂട്ടുപിടിക്കാണ്ട്, അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആ വഴിയിലൂടെ നടന്ന് ഈശോയിലെത്താണ്ട് എങ്ങനെ നമുക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റും? നീ എങ്ങനെ ഇവിടെ കയറിപ്പറ്റി എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തിക്ക് ഹി വാസ് സ്പീച്ച്ലെസ് ആൻഡ് കാസ്റ്റ് ഔട്ട്. അവനൊന്നും പറയാൻ പറ്റിയില്ല, അവനൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഈ വലിയ ചരിത്രപ്രസിദ്ധമായ ഈ കേന്ദ്രവും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഈ ദേവാലയത്തിന് സഭ നൽകിയ അംഗീകാരവും ഇന്ന് ജെറൂസലത്ത് നസ്രത്തുമായിട്ട് നമ്മൾ നടത്തുന്ന കോൺകോർദാത്ത് എന്ന് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം. കോൺകോർദാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വിത്ത് ദ ഹാർട്ട് ഗിവിങ്. കോൺകോർദാത്ത്, ഹൃദയം കൊടുത്തുകൊണ്ടുള്ള ഒരു ബന്ധത്തിനാണ് കോൺകോർദാത്ത് എന്ന് നമ്മൾ പറയുന്നത്. പരിശുദ്ധ അമ്മ ശ്ലീഹന്മാരോട് കൂട്ടത്തിലിരുന്നപ്പോഴും അതായിരുന്നു കോൺകോർദാന്ത്. അവരെല്ലാവരും കൂടെ ഹൃദയത്തിൽ ഒന്നായിക്കൊണ്ട് ഹൃദയത്തിൻ്റെ ആ ഒരു പങ്കുവെക്കലിൽ നടന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉനാനിമിത്തർ, യുനാനിമസ്, ഒറ്റ ആത്മാവോടുകൂടി, യുനാനിമസ്, ഉനാനിമിത്തർ. അമ്മയോട് കൂടെ നമ്മളായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ഒരേ ആത്മാവോടും ഹൃദയങ്ങൾ പങ്കുവെച്ചുള്ള ആ ഒരു വലിയ കോൺകോർദാത്തിലും നമ്മൾ ജീവിക്കുകയാണ്. അമ്മ ഈ അവസരത്തിൽ നമ്മളെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കും. അമ്മയ്ക്ക് തന്നെ 3 മാനങ്ങളായിരുന്നുള്ളൂ. അമ്മ ഈശോയെ ഉദരത്തിൽ എടുത്തു, അതിനുശേഷം ഹൃദയത്തിലെടുത്തു, പിന്നെ നിശബ്ദതയിൽ. പന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ അമ്മ ഒരിടത്തും ഒരു രാജ്യത്തേക്കും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പോയില്ല. അമ്മ നിശബ്ദതയിലേക്ക്, ധ്യാനത്തിലേക്ക് മാറുകയായിരുന്നു. ഉദരത്തിലെടുത്ത്, ഹൃദയത്തിലെടുത്ത്, നിശബ്ദതയിൽ അമ്മയെടുത്തു ദൈവവചനത്തെ. അതാണ് നമ്മളും ചെയ്യേണ്ടത്, നമ്മൾ ലോകത്തിന് കൊടുക്കേണ്ടതും അതാണ്. അവിടെയാണ് നമുക്ക് അമ്മയുടെ പ്രത്യേകത.
പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഒരമ്മയും ഒരു കുഞ്ഞിനെയും സാധാരണഗതിയിൽ ഉപേക്ഷിക്കുകയില്ല. ഹെൽത്തിലും ഹെൽത്തിലും, ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും, രോഗത്തിലും അനാരോഗ്യത്തിലും, എവിടെയാണെങ്കിലും അമ്മ അതാണ്. നമുക്കിന്ന് ആവശ്യം അതാണ്. ഈ ഒരു എപ്പിഡെമിക്, പാൻഡെമിക്, പോസ്റ്റ് പാൻഡെമിക് കാലഘട്ടത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും ടെൻഷൻസും ഏറ്റുമുട്ടലുകളും മരണങ്ങളും എല്ലാം നടക്കുമ്പോൾ അമ്മയുടെ ഒരു ടച്ചാണ് ഈ ലോകത്തിന് വേണ്ടത്. ലോകം തന്നെ ഒരു ആശുപത്രിയായി, ഒരു മരണക്കിടക്കയായി. എന്താണ് അവശേഷിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അവശേഷിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആകുലതകളിലാണ് ഇപ്പോൾ എല്ലാം. ഒരു വേൾഡ് വാറിനേക്കാൾ എല്ലാം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. എന്താണ് ഇതിൽ റെമനൻ്റായിട്ട് വരുന്നതെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളൊരവസരത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് മാത്രമേ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളൂ. അമ്മ സംരക്ഷിക്കട്ടെ. അമ്മയാണ് വീട്ടിലുള്ള ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ മറ്റു തരത്തിൽ വഴിതെറ്റിപ്പോകുന്നവരെയെല്ലാം സംരക്ഷിക്കുകയും നോക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അമ്മ കാണിച്ചു തരുന്ന വഴിയിലൂടെ ഈശോയിലേക്ക് എത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം കുറേയെല്ലാം പ്രതിസന്ധികൾ ഒക്കെയുള്ള മാസങ്ങളായിരുന്നെങ്കിലും എല്ലാം നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നാളെ വലിയ മെത്രാപ്പൊലീത്ത മേജർ ആർച്ച് ബിഷപ്പ് ഇവിടെ തിരുപ്പട്ടം കൊടുക്കുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്നതിനുമെല്ലാമായിട്ട് എത്തും. ഇന്ന് വരേണ്ടതായിരുന്നു. ഇന്ന് ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പിതാവ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് വരാൻ സാധിക്കാത്തത്. ഇത് പിതാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ദേവാലയമാണ്. വലിയ പിതാവിനെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പിതാവിൻ്റെ വലിയൊരു ഔത്സുക്യം ഈ ദേവാലയത്തിൻ്റെ ഈ അതിശ്രേഷ്ഠമായ പദവി നൽകുന്നതിലും ഇവിടുത്തെ വികാരിക്ക് ആർച്ച് പ്രീസ്റ്റ് പദവി നൽകുന്നതിലുമെല്ലാം ഉണ്ടായിരുന്നു. പിതാവ് നമ്മളോട്, രൂപതയോട്, സഭയോട്, പ്രബലങ്ങാടിനോടെല്ലാം കാണിക്കുന്ന ഒരു വലിയ താല്പര്യത്തെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ അൻഡോയിച്ചിനെ, അഗസ്റ്റിനെ ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ PhD ഉള്ള ഡോക്ടർ ബിരുദമുള്ളയാളാണ്. പ്രഗത്ഭനായ വചന പ്രഘോഷകനാണ്, അധ്യാപകനാണ്. വളരെയേറെ വൈവിധ്യമാർന്ന ടാലൻസ് ഉള്ള ഒരു ഗുരുശ്രേഷ്ഠനാണ്. നിങ്ങൾക്കിതിനോടകം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകളും ഇടപെടലുകളുമെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. അതെല്ലാം നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള നേതൃത്വം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഇവിടെ അച്ഛൻ്റെ കൂട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അച്ഛന്മാരെയും ഞാൻ പേരെടുത്ത് സമയം അതിക്രമിച്ചു. അവരെ എല്ലാവരെയും ഞാനൊന്ന് പ്രഭാതത്തിൽ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് പോകുന്നത്. ഉറ്റുപിടി അധ്വാനം അവരിവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഇടവക്കാരൻ നമ്മുടെ മമ്പള്ളിക്കുന്നേലും സുഭാഷനച്ഛനും കൂടെ ഇവിടെയുണ്ട്. അച്ഛനും ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദമുള്ള ആളാണ്. അല്പം അനാരോഗ്യം പിടിപെട്ടതുകൊണ്ടാണ് അച്ഛനിവിടെ ആയിരിക്കുമ്പോഴും കുർബാനയെല്ലാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം അച്ഛനിപ്പോൾ സാധിക്കുന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അച്ഛനെ ഓർത്തും ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു വൈദിക സമൂഹം ഇവിടെയുണ്ട്, വൈദിക വിദ്യാർത്ഥികളുമുണ്ട്. അതുകൊണ്ട് ആർച്ച് പ്രീസ്റ്റ് മൽപ്പാനച്ഛനും കൂടി ആയിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. മൽപ്പാനേറ്റ് വൈദിക വിദ്യാർത്ഥികൾ താമസിക്കുന്ന വൈദിക മന്ദിരമാണ്. അവിടെയുള്ള വികാരിയെയാണ് മൽപ്പാനച്ഛൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ആർച്ച് പ്രീസ്റ്റും മൽപ്പാനച്ഛനും കൂടിയാണ് നമ്മുടെ ആൻഡ്രോയിച്ചൻ വികാരിച്ചൻ എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഞാനത് ഓർക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെല്ലാവരെയും മർത്തമറിയത്തിനും വിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.